ഇന്ന് ഉച്ചപൂജക്കാരുടെ നട തുറന്നപ്പോൾ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ആനയുടെ പുറത്ത് സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുകയാണ് ശ്രീലകത്ത്. ഉണ്ണിക്ക് ആനപ്പുറത്ത് ഇരിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ആന എങ്ങനെ ചെവിയാട്ടി നിൽക്കാണ്. ആനയെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. കളഭം കൊണ്ടാണ് ആനയെ ചാർത്തിയിരിക്കുന്നത്, കൊമ്പ് ചന്ദനം കൊണ്ടും. അങ്ങനെ നാരായണ പ്രിയനായ ആനയുടെ മുകളിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് നമ്മുടെ കണ്ണൻ. കുഞ്ഞു കാലുകൾ ആനയുടെ ചെവിയുടെ പിന്നിലായിട്ടാണ് കേട്ടോ കണ്ണൻ വച്ചിരിക്കുന്നത്. ഞാലികൾ തൂങ്ങിക്കിടക്കും പോലെ കിടക്കാണ് പൊന്നിൻകിങ്ങിനെ അറിഞ്ഞാണം. അത് മറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇന്ന് ഉണ്ണിയുടെ പട്ടുകോണകം നന്നായി കാണാൻ കഴിയുന്നില്ല കേട്ടോ. കഴുത്തിലാണെങ്കിലോ ഒരു മാങ്ങാമാലയും വളയം പോലെ ഒരു മാലയും അതിന് നടുവിലായി ഒരു ഗോപീതിലവും ചാർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൈവളകൾ, തോൾവളകൾ ഒക്കെ അണിഞ്ഞിട്ടുണ്ട് ഉണ്ണി. ഉണ്ണിയുടെ വലത് കൈയിൽ ഒരു വെണ്ണ ഉരുളയും ഇടത് കക്ഷത്തിൽ പൊന്നോടക്കുഴലും കണ്ണൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, അങ്ങനെ എല്ലാം അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായി സന്തോഷത്തോടെ ആനപ്പുറത്തിരിക്കുകയാണ് പൊന്നുണ്ണിക്കണ്ണൻ. ഉണ്ണിയുടെ തലയിൽ കളഭം കൊണ്ട് ചാർത്തിയ മയിൽപ്പീലിയും അതിനു മുകളിലായി 2 തിരുമുടിമാലകളും ചാർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീലകത്ത് സന്തോഷത്തോടെ ആനപ്പുറത്ത് ഭക്തരെ നോക്കി പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കണ്ണൻ. ആ കാഴ്ച ഏതൊരു ഭക്തനെയും ആനന്ദ നിർവൃതിയിലാഴ്ത്തുന്നു. കണ്ണ അനുഗ്രഹിക്കണേ.